ഓഹരി വിപണിയെ ഭയപ്പെടേണ്ടതുണ്ടോ? സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയിൽ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഓഹരി വിപണിയെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. തകർച്ചകൾ, നഷ്ടങ്ങൾ, തട്ടിപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം പലരും നിക്ഷേപത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ ഈ ഭയം യഥാർത്ഥമാണോ? അതോ കൃത്യമായ അറിവില്ലായ്മ കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്? പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ കാരണം സാധനങ്ങളുടെ വില കൂടുന്നു, പക്ഷേ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം കുറയുന്നു. വെറുതെ സൂക്ഷിക്കുന്ന പണം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ്. വീട്, വിദ്യാഭ്യാസം, വിരമിക്കൽ തുടങ്ങിയ ജീവിത ലക്ഷ്യങ്ങൾക്ക് ശമ്പളം മാത്രം തികയില്ല. ഒന്ന് ചിന്തിക്കുക. 10 വർഷം മുൻപ് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് വാങ്ങാൻ കഴിയുമോ? ബാങ്കിലിടുന്ന പണം സുരക്ഷിതമാണെങ്കിലും വളരുന്നില്ല. നിക്ഷേപിച്ചാൽ മാത്രമേ പണം വളരൂ. എന്തുകൊണ്ടാണ് പലരും വിപണിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? പ്രധാനമായും അറിവില്ലായ്മ കൊണ്ടാണ്. എവിടെ തുടങ്ങണം എന്നറിയാത്ത അവസ്ഥ. പിന്നെ വിപണി തകർച്ചയെക്കുറിച്ചുള്ള വാർത്തകളും ഹ്രസ്വകാല നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭീതിജനകമായ തലക്കെട്ടുകളും പലരെയും ഭയപ്പെടുത്തുന്നു. തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഭയവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും നിക്ഷേപകരെ പിന്നോട്ട് വലിക്കുന്നു. ട്രേഡിംഗും നിക്ഷേപവും രണ്ടും ഒന്നല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ട്രേഡിംഗ് എന്നത് ഹ്രസ്വകാല ലാഭം ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിൽ റിസ്ക് കൂടുതലാണ്. വിപണി നിരന്തരം നിരീക്ഷിക്കേണ്ടിയും വരും. എന്നാൽ നിക്ഷേപം അഥവാ ഇൻവെസ്റ്റിംഗ് എന്നത് ഒരു കൃഷി പോലെയാണ്. ഇത് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നു. ഇതിൽ റിസ്ക് കുറവാണ്, പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇതിനെല്ലാമുള്ള ഒരു ലളിതമായ ഉത്തരമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. പല നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് വിദഗ്ധരുടെ സഹായത്തോടെ ഓഹരികളിലും ബോണ്ടുകളിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്ന രീതിയാണിത്. നേരിട്ട് ഓഹരി വാങ്ങുന്നതിനേക്കാൾ സുരക്ഷിതമായ ഇതിന് വിപണിയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് ആവശ്യമില്ല. നമുക്ക് വളരെ ചെറിയ തുകയിൽ തന്നെ നിക്ഷേപം തുടങ്ങാം. ഇവിടെ വിദഗ്ധരുടെ സേവനം നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നു. നിങ്ങൾക്ക് വിപണിയെക്കുറിച്ച് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. പരിചയസമ്പന്നരായ ഫണ്ട് മാനേജർമാരാണ് നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നത്. ഏത് ഓഹരി വാങ്ങണം, എപ്പോൾ വിൽക്കണം, വിപണിയിലെ മാറ്റങ്ങൾ എങ്ങനെ നേരിടണം എന്നെല്ലാം അവർ തീരുമാനിക്കും. ലളിതമായി പറഞ്ഞാൽ, വിമാനം പറത്താൻ യാത്രക്കാരൻ പഠിക്കേണ്ടതില്ലല്ലോ, പൈലറ്റിനെ വിശ്വസിച്ചാൽ മതി. ഒരൊറ്റ കുട്ടയിൽ എല്ലാ മുട്ടകളും ഇടരുത്. ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വൈവിധ്യവൽക്കരണം. മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ പണം ഒരു കമ്പനിയിലല്ല, മറിച്ച് പല കമ്പനികളിലായി നിക്ഷേപിക്കുന്നു. അതുകൊണ്ടുതന്നെ ഒരു കമ്പനി നഷ്ടത്തിലായാലും മറ്റുള്ളവ ലാഭം നൽകും. ഇത് മൊത്തത്തിലുള്ള റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. നിയമപരമായ സുരക്ഷയും വിശ്വാസ്യതയുമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കരുത്ത്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത് സെബിയുടെ കർശനമായ നിയന്ത്രണത്തിലാണ്. നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ടുതന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ തട്ടിപ്പുകൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് SIPയെക്കുറിച്ച് നോക്കാം. ഒറ്റത്തവണ വലിയ തുക മുടക്കുന്നതിന് പകരം മാസാമാസം ചെറിയ തുക നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഇത് വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. വിപണി താഴുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്നതിനാൽ ഇതിലൂടെ മികച്ച സാമ്പത്തിക അച്ചടക്കം വളർത്താം. ഓർക്കുക, ക്ഷമയാണ് ഒരു നിക്ഷേപകന്റെ ഏറ്റവും വലിയ ശക്തി. വിപണിയിൽ ഹ്രസ്വകാല മാറ്റങ്ങൾ തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ 5 മുതൽ 10 വർഷം വരെയുള്ള ദീർഘകാല നിക്ഷേപം നിങ്ങളെ വലിയ വളർച്ചയിലേക്ക് നയിക്കും. അതുകൊണ്ട് വാർത്തകൾ കണ്ട് ഭയപ്പെട്ട് നിക്ഷേപം പിൻവലിക്കരുത്. ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായി വളരട്ടെ. സുഹൃത്തുക്കളെ, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ നിങ്ങളൊരു വലിയ സമ്പന്നനാകണം എന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈ യാത്ര തുടങ്ങാം. ഇതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമതായി, ചെറിയ തുക. മാസം വെറും 500 രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാം. രണ്ടാമത്, ലളിതമായ നടപടികൾ. ഡിജിറ്റൽ സാങ്കേതികവിദ്യ വഴി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിതിലേക്ക് കടന്നുവരാം. മൂന്നാമതായി, ലിക്വിഡിറ്റി. അതായത് ആവശ്യം വരുന്ന ഘട്ടത്തിൽ പണം പിൻവലിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ഓർക്കുക, നിങ്ങൾ വലിയ സമ്പന്നനായിരിക്കേണ്ട ആവശ്യമില്ല,
പക്ഷേ സമ്പന്നനാകാൻ നിക്ഷേപം തുടങ്ങണം. പലരും ഇൻവെസ്റ്റ്മെന്റിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളുമാണ്. ആ ഭയമാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആ ഭയം മാറ്റി അവിടെ വിശ്വാസം അഥവാ കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അറിവും വ്യക്തതയും ലഭിക്കുന്നതോടെ നിക്ഷേപം എന്നത് ഒരു ബാധ്യതയല്ല, മറിച്ച് അതൊരു വലിയ അവസരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഭയത്തെ അറിവുകൊണ്ട് നമുക്ക് കീഴടക്കാം. നമുക്ക് 2 സുഹൃത്തുക്കളുടെ കഥ നോക്കാം. ഒരാൾ ഭയം കാരണം തന്റെ പണം അലമാരയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. 10 വർഷത്തിനു ശേഷം അദ്ദേഹം അത് എടുത്തു നോക്കിയപ്പോൾ പണപ്പെരുപ്പം കാരണം ആ പണത്തിന്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സുഹൃത്തോ? അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP തുടങ്ങി. 10 വർഷം കഴിഞ്ഞപ്പോൾ കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ടിങ്ങിലൂടെ ആ പണം വലിയൊരു തുകയായി വളർന്നു. ഭയത്തിനൊരു വിലയുണ്ട് സുഹൃത്തുക്കളെ, അത് നിങ്ങളുടെ ഭാവിയാണ്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. സുരക്ഷിതമായ ഒരു നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം. അതിനായി 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിപണിയിലെ ഭയത്തെ അറിവുകൊണ്ട് നേരിടുക. ട്രേഡിംഗും ഇൻവെസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. വിദഗ്ധരുടെ സഹായത്തോടെ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക. വിപണിയിലെ കയറ്റിറക്കങ്ങളെ ഭയക്കാതെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൂരെയല്ല. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് BVB ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെടാം. ഞങ്ങൾ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു AMFI രജിസ്റ്റർ ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്കീം സംബന്ധിച്ച രേഖകൾ ശ്രദ്ധിച്ചു വായിക്കുക. നല്ലൊരു സാമ്പത്തിക ഭാവി ആശംസിക്കുന്നു.